മറ്റുള്ളവർക്ക് മാതൃകയാവട്ടെ എന്ന് കരുതിയാണ് ഇത്തരം പരിപാടികൾ സമ്മതിക്കുന്നത്. നാളെ തിരുവനന്തപുരം വഴുതക്കാട് ടാഗോർ തിയേറ്ററിൽ ശിശുപാജിയോടൊപ്പം തന്നെ പ്രവർത്തിച്ചത് നമുക്കറിയാം, വളരെ പ്രമുഖ കവയിത്രി സുഗതകുമാരി, നമ്മളെ മരങ്ങൾക്കും കിളികൾക്കും എല്ലാവർക്കും, പാവപ്പെട്ടവർക്ക് വേണ്ടി, ഏറ്റവും കൂടുതൽ സ്ത്രീജനങ്ങൾക്ക് വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്ത സുഗതകുമാരി ടീച്ചറിൻ്റെ 90ാം ജന്മദിന നവതി ആഘോഷങ്ങൾ, ആ ആഘോഷങ്ങളുടെ ചെയർമാനാണ് ശ്രീ കുമ്മൻ രാജശേഖരൻ ചേട്ടൻ. അപ്പോൾ നാളെ ടാഗോർ തിയേറ്ററിൽ ആശാ ശരത്ത് നമ്മുടെ നർത്തകിയായിട്ടുള്ള അവർ വന്നിട്ട് ചെയ്യുന്ന ഗവർണർ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി ഉണ്ട്. എല്ലാവരും വൈകിട്ട് 5 മണിക്ക് ടാഗോർ തിയേറ്ററിൽ എത്തണം. അത് നമ്മൾ ഈ പരിപാടിയിൽ കൂടെ ഒന്ന് പറയാൻ അനുവാദത്തോടു കൂടി. കാര്യം അത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഓർമ്മിക്കപ്പെടേണ്ടതാണ് ഇത്തരം മുഹൂർത്തങ്ങൾ. പല ആളുകളും അത് കവയിത്രിയെ മറന്നു. പണ്ട് അറിയാം, നമുക്കൊരു മരം പോലും നമ്മളെ സംരക്ഷിക്കപ്പെടുന്നത് അവരെ പോലുള്ള കവികളോടാണ്. ഇന്ന് സമൂഹത്തിൽ എല്ലാവരും തിരസ്കരിച്ചപ്പോഴാണ് ശ്രീ കുമ്മൻ രാജശേഖരൻ ചേട്ടനും മറ്റുള്ള പ്രവർത്തകരും ഇങ്ങനെ ഒരു നവതി ആഘോഷം വേണമെന്ന് 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ്. അതിൽ വനങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന സമൂഹത്തിൽ വനങ്ങൾ അതിൽ നമുക്ക് ഭാഗമാവാം. അപ്പം അതും ഞാൻ ഈ പരിപാടിയിൽ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഇതിനോടൊപ്പം നമ്മുടെ അമ്മമാർക്ക് ശിശുപാജി സേവാ ട്രസ്റ്റിൻ്റെ നമുക്ക് ഭാഗമായിട്ട് വരുന്ന പൊങ്കാലയ്ക്ക് ഒരു പൊങ്കാല സാമഗ്രികൾ നമ്മൾ പൊങ്കാല ഇടാനായിട്ട് പോകണം. അതിനുള്ള സാമഗ്രികൾ ഇവിടെ നമ്മൾ തരികയാണ്. എല്ലാവരും പൊങ്കാലയിട്ട് ദേവിയോട് പ്രാർത്ഥിക്കണം. നമ്മളെ എല്ലാ സമൂഹത്തിൻ്റെയും മൊത്തം നന്മയ്ക്കും നമ്മുടെ എല്ലാവരുടെയും ഐശ്വര്യത്തിനും ഒപ്പം നമ്മളെ ഒരുമിച്ച് നമ്മളെ കൂട്ടായി പ്രവർത്തനത്തിന് വേണ്ടി എല്ലാവരും വരുന്ന ഞായറാഴ്ച പൊങ്കാല അർപ്പിക്കണം. അതിൻ്റെ വിതരണത്തിനായിട്ട് വിതരണം ആദ്യം ഇതായിട്ട് ശ്രീമകാശയാണ് നമുക്ക് കോട്ടയൊന്നും വേണ്ട, കോട്ടയൊന്നും വേണ്ട, സാധനം വീട്ടിൽ തരും ഞാൻ.
ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ കൊടുത്തു വിടാം. വാ ഇതാ ഇങ്ങനെ ഓടിക്കളഞ്ഞു. ഓടിക്കളഞ്ഞല്ലേ? തിരിഞ്ഞെടുക്കും. ഞാൻ എടുക്കാനാ നിൽക്കണ ചേട്ടാ നിൽക്കണം. ഞാൻ എടുക്കാം.